Hi all, welcome to Competitive Cracker. ഞാൻ ശരണ്യ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ CTET നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. നമ്മൾ എക്സാമിന്റെ ഡേറ്റും വന്നു, ഡിസംബറിൽ CTET എക്സാം നടക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഇതുവരെ CTET പേപ്പർ 1ന്റെ കോഴ്സ് മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് CTET പേപ്പർ 2ന്റെ കോച്ചിങ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ CTET പേപ്പർ 2ന്റെ കോച്ചിങ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഈ 2024 തന്നെ ചോദിച്ചിരിക്കുന്ന CTET എക്സാമിലെ സൈക്കോളജിയിലെ പേപ്പർ 2 സൈക്കോളജിയിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇൻ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ഓൺ ചിൽഡ്രൻ ആർ പെർസീവ്ഡ് ആസ് ഓപ്ഷൻ എ ഇന്നസെന്റ് ആൻഡ് ഡിപ്പെൻഡന്റ്, ഓപ്ഷൻ ബി കംപ്ലൈന്റ് ആൻഡ് capable only consuming knowledge, ഓപ്ഷൻ സി knowledgeable and meaning makers, ഓപ്ഷൻ ഡി vulnerable and need of protection. എന്താണ് അവിടെ ഒരു പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ പ്രത്യേകത? എന്താണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ പ്രത്യേകത? നമ്മുടെ CTET എക്സാമിനെ സംബന്ധിച്ച് ഈ പ്രോഗ്രസീവ് എഡ്യൂക്കേഷനും ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷനും നിങ്ങളുടെ സിലബസ് നോക്കിയാൽ കാണാം അല്ലെ. അപ്പൊ എന്താണ് ഈ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷനും പ്രോഗ്രസീവ് എഡ്യൂക്കേഷനും? എന്തായിരിക്കും പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ പ്രത്യേകത? അവിടെ എന്താണ്, നമ്മളവിടെ കുട്ടികളുടെ എക്സ്പീരിയൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. എക്സ്പീരിയൻസിൽ കൂടെ പഠിക്കുക, ടെക്സ്റ്റ് ബുക്കിന് അധികം പ്രാധാന്യം കൊടുക്കാതെ എക്സ്പീരിയൻസിൽ കൂടെ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു പഠനം ആണ് ഇത് നമ്മുടെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ പ്രത്യേകത അല്ലെ. എന്താണ് ലേണിംഗ് ബൈ ഡൂയിങ്? അപ്പം ഈ ലേണിംഗ് ബൈ ഡൂയിങ് തന്നെ കേട്ടാൽ ആരായിരിക്കും പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്? ആരാണ്? ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞ ടേം ആര് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേമാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അല്ലെ, ജോൺ ഡൂയി ആണ്. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ ഫാദറും ആര് തന്നെയാണ്? ജോൺ ഡൂയി തന്നെയാണ്. അപ്പൊ എന്തായിരിക്കും പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? എക്സ്പീരിയൻസിൽ കൂടെ പഠിക്കുന്നു അല്ലെ. അപ്പൊ അവിടെ ആർക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്? കുട്ടികൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. കുട്ടികൾ എന്തായിരിക്കും നമ്മൾ കറക്റ്റ് ആൻസർ ഇവിടെ നമ്മൾ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. കുട്ടികളുടെ പ്രത്യേകത എന്താണ്? നോളജബിൾ ആൻഡ് മീനിങ് മേക്കേഴ്സ് അല്ലെ. മീനിങ് മേക്കേഴ്സ് ആണ് ആര്? കുട്ടികൾ എന്ന് പറഞ്ഞാൽ അല്ലെ. അല്ലാതെ ഒരു പാസീവ് ലിസണേഴ്സ് അല്ല, ടീച്ചേഴ്സിനല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നു അല്ലെ. കുട്ടികൾ സ്വയം എന്ത് ചെയ്യുന്നു? നോളജ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. അതാണ് ഈ പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ പ്രത്യേകത എന്ന് പറയാം. അപ്പൊ ഫാദർ ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ ഡൂയി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫീഡ്ബാക്ക് ടു ദ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് റൂം ഈസ് മോസ്റ്റ് എഫക്റ്റീവ് വെൻ it assigns comparative rank to the students, it occurs during as well as after the learning activity, option C it focuses on what the child cannot do rather than what they can, option D it centers around test exams at the end of the year. Okay, അപ്പൊ എന്താണ് ഫീഡ്ബാക്ക് to the students in a classroom is most effective? എപ്പോഴായിരിക്കും അത് മോസ്റ്റ് എഫക്റ്റീവ്? അത് പെഡഗോജി പാർട്ട് വരുന്നതാണ്. നമുക്ക് എന്താണ് ജസ്റ്റ് വായിച്ചാൽ അറിയാം അല്ലെ. ജസ്റ്റ് നമ്മളെ ലോജിക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴായിരിക്കും എഫക്റ്റീവ് ആവുന്നത്? ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ആസ് വെൽ ആസ് ആഫ്റ്റർ ദ ലേണിംഗ് ആക്ടിവിറ്റി അല്ലെ. ലേണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഫീഡ്ബാക്ക് കൊടുക്കുന്നതായിരിക്കും എന്താണ് ഏറ്റവും നല്ല അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് വരുന്നത് അപ്പോഴായിരിക്കും അല്ലെ. അല്ലാതെ ഇറ്റ് അസൈൻസ് കമ്പാരിറ്റീവ് റാങ്ക് ടു ദ സ്റ്റുഡൻസ് അല്ലെ, അതൊന്നും അല്ല. പിന്നെന്താണ് ഇറ്റ് ഫോക്കസസ് ഓൺ വാട്ട് ദ ചൈൽഡ് കാനോട്ട് ഡു റാദർ ദാൻ വാട്ട് ദേ ക്യാൻ. അപ്പൊ അവർ ചെയ്യാത്തതിനെ കുറിച്ച് പറയാണോ വേണ്ടത്? അതുമല്ല അല്ലെ. ഇറ്റ് സെന്റേഴ്സ് അറൌണ്ട് ദ ടെസ്റ്റ് ആൻഡ് എക്സാം അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. ഒരു എക്സാമിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമല്ല അല്ലെ. ഇപ്പൊ ചെയ്യണം, നമ്മളൊരു ലേണിംഗ് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിന് ഫീഡ്ബാക്ക് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അടുത്തത് ഒരു അസേഷനും റീസണും ടൈപ്പ് ചോദ്യമാണ്. ഈ ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ CTET എക്സാമിന് ഒരുപാട് കാണാറുണ്ട്. ഓക്കെ, കൺസെപ്റ്റ് സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഇതുപോലെ വലിയ വലിയ സെന്റൻസ് ഒക്കെ വരുന്ന സമയത്ത് പലരും അത് സ്കിപ്പ് ചെയ്ത് പോകും. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഒരു ചോദ്യമാണിത്. ഇവിടെ അസേഷൻ ഇതാണ്, ഡ്യൂറിങ് അഡോളസെൻസ് ദി പ്രഷർ to conform to gender expectations and follow conventions of femininity or masculinity increases. അതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞത് ജെൻഡർ ആൻഡ് ജെൻഡർ റോൾസ് ആർ ഡിറ്റർമൈൻഡ് ബയോളജിക്കലി. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ഈ ജെൻഡർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാറുണ്ട്. അതായത് ജെൻഡർ റോള്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ പ്രിജുഡൈസ്, അങ്ങനെ കുറച്ച് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ജെൻഡർ റോള്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ നിന്ന് വന്നൊരു ചോദ്യമാണിത്. അതിന്റെ ആൻസർ ആയിട്ട് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ.
അതാണ് ഒന്നാമത്തെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. മൂന്നാമത്തത് എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. ഓപ്ഷൻ 4 ബോത്ത് എ ആൻഡ് ആർ ആർ ഫോൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ അസേഷൻ പറഞ്ഞിരിക്കുന്നത്. ഡ്യൂറിങ് അഡോളസൻസ് ഏജ് ആവുന്ന സമയത്ത് ദ പ്രഷർ ടു കൺഫേം എ ജെൻഡർ എക്സ്പെക്ടേഷൻസ്, അതായത് നമ്മുടെ സൊസൈറ്റി ആണ് എന്ത് ഈ ജെൻഡർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അല്ലെ. ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, ആൺകുട്ടികളുടെ റോൾ ഇന്നതാണ്, പെൺകുട്ടികളുടെ റോൾ ഇങ്ങനെ. അതെന്താണ്, നമ്മളതിങ്ങനെ കാലങ്ങളായിട്ട് നമ്മളെ സൊസൈറ്റി നമുക്ക് തരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ ജെൻഡർ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈ നമ്മുടെ ഒരു അഡോളസെന്റ് ഏജ് ഒക്കെ ആവുന്ന സമയത്ത് അല്ലെ, അതുവരെ ആൺകുട്ടികൾ ഇപ്പം പെൺകുട്ടികൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പെൺകുട്ടികൾ ട്രൗസറും ബനിയനൊക്കെ ഇട്ട് നടക്കും അല്ലെ. ഒരു അഡോളസെന്റ് ഏജ് ആവുന്ന സമയത്തേക്കും അത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് എന്തായിരിക്കും സൊസൈറ്റിയിൽ ഇപ്പൊ കുറെ മാറ്റം വന്നു, എന്നാലും സൊസൈറ്റിയിൽ എന്താണ് ഒരു എക്സ്പെക്ടേഷൻ ആണ് അല്ലെ. ആൺകുട്ടികളാണെങ്കിൽ ഇന്ന ഡ്രസ്സേ ധരിക്കാവുള്ളൂ, പെൺകുട്ടികളാണെങ്കിൽ ഇന്ന ഡ്രസ്സേ ധരിക്കാവുള്ളൂ. അതെന്താണ്, അത് നമുക്ക് സൊസൈറ്റി തരുന്ന ഒരു കാര്യമാണ് അല്ലെ. അത് ഒരു അഡോളസെന്റ് ഏജ് ആവുന്ന സമയത്തേക്കും ആ ഒരു കാര്യം ജെൻഡർ റോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അഡോളസെന്റ് ഏജ് ആവുന്ന സമയത്തേക്കും എന്ത് ചെയ്യുന്നു, ഡെവലപ്പായിട്ട് വരുന്നു അല്ലെ. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് അവിടെ കറക്റ്റ് ആണ്. രണ്ടാമത്തെ എന്താണ്, അതിന്റെ റീസൺ ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ജെൻഡർ ആൻഡ് ജെൻഡർ റോൾസ് ആർ ഡിറ്റർമൈൻഡ് ബയോളജിക്കലി ആണോ, അല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ. അതെന്താണ്, അത് നമുക്ക് സൊസൈറ്റി തരുന്ന ഒരു പട്ടാണ് അല്ലെ. ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ, പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ എന്നുള്ളത് ഒരു സൊസൈറ്റി നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ബയോളജിക്കലി ഉണ്ടാവുന്ന കാര്യമല്ല, നമുക്കത് എന്താണ് ഗ്രാജുവലി നമ്മുടെ സൊസൈറ്റിക്ക് അനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജെൻഡർ എന്ന് പറഞ്ഞാൽ അല്ലെ. അവിടെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് വരാം, എ ശരിയാണ് അല്ലെ. എ ശരിയാണ്, അതുപോലെ ആർ ഫോൾ ആണ്, അപ്പം ഫോൾസ് ആണ്. അപ്പം എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. ഈ ജെൻഡർ എന്ന് പറഞ്ഞൊരു ജെൻഡർ റോൾ എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ബയോളജിക്കലി കിട്ടുന്ന ഒരു കാര്യമില്ല. നമുക്ക് സെക്സ് ആണ് എന്ത്, നമ്മളിപ്പോ ഗേൾ ആണോ ബോയ് ആണോ അല്ലെ, നമുക്ക് എന്താണ് സെക്സ് എന്ന് പറഞ്ഞൊരു കാര്യം, ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നുള്ളൊരു കാര്യം നമുക്ക് കിട്ടുന്ന എന്താണ്, അത് ബയോളജിക്കലി കിട്ടുന്ന കാര്യമാണ് അല്ലെ. ഈ ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ സൊസൈറ്റിയിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ ഈ ജെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ആ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് ഈ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു ജെൻഡർ റോളും എക്സ്പെക്ടേഷൻസും ഒക്കെ നമുക്ക് എന്താണ് അതിന്റെ പീക്ക് ലെവലിൽ എത്തുന്നത് ഏത് ഇതിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്, ഏത് സ്റ്റേജിലാണ്, നമ്മളൊരു അഡോളസെന്റ് ഏജിലാണ് അല്ലെ. പക്ഷെ അത് എന്തല്ല ബയോളജിക്കലി വരുന്നൊരു കാര്യമല്ല. അപ്പം എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫോൾസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, സുനിത, എ 12-year-old girl, shows exceptional musical ability. Okay, both her parents are accomplished singers and they send her for classes for voice training after school. Her capabilities are most likely to be the result of an interaction between growth and maturation, nutrition and discipline, heredity and environment, gender identity and genetic makeup. ഇവിടെ എന്താണ്, സുനിത 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അതെന്താണ്, അതിന്റെ അച്ഛനും അമ്മയും നല്ല സിംഗേഴ്സ് ആണ്. അപ്പൊ ഈ ആഫ്റ്റർ സ്കൂളിന് ശേഷം അതിനെന്ത് ചെയ്യുന്നു, വോയിസ് ട്രെയിനിങ്ങിന് മ്യൂസിക് ക്ലാസ്സിൽ വിടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കഴിവ് അല്ലെ, ആ ഒരു പാടാനുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിട്ട് നമുക്ക് പറയാം, ഗ്രോത്ത് ആൻഡ് മോട്ടിവേഷൻ ആണോ അല്ലെങ്കിൽ മെച്ചുറേഷൻ ആണോ, അല്ല. അവിടെ എന്താണ്, പാടാനുള്ള കഴിവ്. അച്ഛനും അമ്മയും പാട്ടുകാരായതുകൊണ്ട് തന്നെ ആ കുട്ടിക്കും പാടാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ എന്താണ്, എൻവയോൺമെന്റ് ഹെൽപ്പോട് കൂടിയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അതായത് ഇവിടെ എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് എന്ത് പറയാം, ബോത്ത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കറിയാം ഈ CTET എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കൂളുകളിലേക്കൊക്കെ നമുക്ക് എന്ത് വേണം, CTET എക്സാം തന്നെ വേണം അല്ലെ. നമ്മൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്താലും ഈ നവോദയ അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ അവിടെ എന്ത് അത്യാവശ്യമാണ്, CTET അത്യാവശ്യമാണ്. ഇനിയിപ്പോ നിങ്ങൾ CTET ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തിന്റെ ആവശ്യമില്ല, CTETന്റെ ആവശ്യമില്ല അല്ലെ. CTET 1 ആണ് നിങ്ങൾ, പേപ്പർ 1 ആണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തെങ്കിൽ അത് എന്തിന് ഈക്വലന്റ് ആണ്, നമ്മുടെ CTET 1 ഈക്വലന്റ് ആണ്. CTET 2 ആണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തെങ്കിൽ അത് എന്തിന് ഈക്വൽ ആണ്, CTET 2നും ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം നോട്ടിഫിക്കേഷന്റെ സമയമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ എന്താണ് അപ്ലൈ ചെയ്യാനുള്ള അവസരമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എക്സാം വരാൻ പോവാണ് അല്ലെ. എക്സാം എന്നാൽ ഡിസംബർ മാസത്തിൽ എക്സാം വരികയാണ്. അപ്പൊ അപ്ലൈ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കി വെക്കാം.
ഓക്കെ, ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു എക്സാം മാത്രമേ ഉള്ളൂ ഏത് നമ്മുടെ CTET എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു നമ്മൾ പേപ്പർ 1 മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ ഇതുവരെ നമ്മൾ കോച്ചിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ തവണ മുതൽ നമ്മൾ പേപ്പർ 2ന്റെയും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ലൈവ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എക്സാമിന് മുന്നേ ആയിട്ട് ഈ ഒരു വീക്കോട് കൂടി നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്താ അത്യാവശ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറിയണം. എവിടുന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ല ഏത് ഏരിയക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാറുണ്ട്. അത് ചിലപ്പം നമുക്ക് സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, നമ്മുടെ ബോർഡ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. In order to develop critical thinking among students, a teacher should. കുട്ടികളിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യണം അല്ലെ. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യണം? ഓപ്ഷൻ 1, ask only those questions which carry single answers. Discourage the students from asking doubts and questions. Option 3, give questions that involve inferences and explanations. Option 4, avoid questions which need inference and analysis. ഓക്കെ, അവിടെ എന്താ ചെയ്യേണ്ടത്, കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യണം അല്ലെ. അവരൊക്കെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ, അതായത് നമ്മളൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ പല രീതിയിൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ, അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കലി ആ ഒരു ചോദ്യത്തിനെ കുട്ടിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക, എന്തായിരിക്കും? ഓപ്ഷൻ C ആണ് അല്ലെ. ഗീവ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഇൻവോൾവ് ഇൻഫറൻസസ് ആൻഡ് എക്സ്പ്ലനേഷൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഫസ്റ്റ് ഓപ്ഷൻ ആസ്ക് ഓൺലി ദോസ് ക്വസ്റ്റ്യൻ വിച്ച് ക്യാരി സിംഗിൾ ആൻസർ ഉള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നില്ല, ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നില്ല അല്ലെ. അതേപോലെ തന്നെ എന്താണ്, അതേപോലെ തന്നെ ഡിസ്കറേജ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? കുട്ടികൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഡിസ്കറേജ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അത്തരത്തിലൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യണം, അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന, കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ടീച്ചർ ആസ്ക് ഹെർസെൽഫ്, how can I provide experience that requires students to classify different type of objects in the environment and analyze their classification schemes? Okay, അപ്പൊ കുട്ടി ഒരു ടീച്ചർ ക്ലാസ് ചോദിക്കുകയാണ്. ടീച്ചർ ആസ്ക് ഹെർസെൽഫ്, ടീച്ചർ തന്നെ ചോദിക്കുകയാണ്, how can I provide experience that requires students to classify different types of objects in the environment? എൻവയോൺമെന്റിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്യാനും അനലൈസ് ചെയ്യാനും. ഓക്കെ, അപ്പൊ അതെങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ള ടീച്ചർ ചിന്തിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ വിച്ച് ഇന്റലിജൻസ് ഈസ് ഷീ ട്രൈങ് ടു പ്രൊമോട്ട് ഇൻ സ്റ്റുഡൻസ്, കുട്ടികളിൽ എന്ത് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ടീച്ചർ അവിടെ എന്തിനെ പറ്റിയാ ചിന്തിച്ച്, എൻവയോൺമെന്റൽ ഒബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാനും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാനും അല്ലെ, എന്ത് ആക്ടിവിറ്റി കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്ത് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും എന്നാണ് ടീച്ചർ ചിന്തിച്ചത് അല്ലെ. അപ്പൊ ഇവിടെ ഏത് തരത്തിലുള്ള ഇന്റലിജൻസ് ആയിരിക്കും അത്? ഇത് ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അല്ലെ. ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഇവിടെ നാച്ചുറലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ, എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇവിടെ ഏത് തരത്തിലുള്ള ഇന്റലിജൻസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻ C ആണ് അല്ലെ, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ഒരാള് എന്തായിരിക്കും? നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളായിരിക്കും അല്ലെ, നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന ഒരാളായിരിക്കും, ഒരു മോട്ടിവേറ്റർ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് എന്ത്? ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇന്റർപേഴ്സണൽ ഇന്റർപേഴ്സണൽ അല്ലെ, മറ്റു വ്യക്തികളുമായിട്ട് നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളിൽ കൂടുതലായിട്ട് ഏതായിരിക്കും? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആയിരിക്കും അല്ലെ. നമ്മൾ സ്വയം നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നതാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ഇൻട്രാപേഴ്സണൽ അല്ലെ, അത് ഇൻട്രാപേഴ്സണൽ. മറ്റേതാണ്? മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള നല്ലൊരു കണക്ഷൻ കീപ്പ് ചെയ്യുന്ന ആര്? നമ്മൾ അതിന് എക്സാമ്പിൾ എന്തൊക്കെയാ പറയാറ്? നമ്മള് ഒരു കൗൺസിലർ എക്സാമ്പിൾ ആണ് അല്ലെ. അതേപോലെ തന്നെ നമ്മൾ പൊളിറ്റീഷ്യൻസിനെ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തായിരിക്കും? ഇന്റർപേഴ്സണൽ ആയിരിക്കും. മറ്റുള്ള വ്യക്തികളുമായിട്ട് നമുക്ക് ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള ആളുകളായിരിക്കും. അവർക്ക് ഏത് ഇന്റലിജൻസ് ആയിരിക്കും കൂടുതൽ? ഇന്റർപേഴ്സണൽ ആയിരിക്കും കൂടുതൽ അല്ലെ. നമ്മളെ കുറിച്ച് തന്നെ ഒരു ധാരണ, നമ്മളെന്താണ്, നമ്മുടെ കഴിവെന്താണ്, നമ്മളെ കുറിച്ച് തന്നെ കൂടുതലായിട്ട് ബോധർ ചെയ്യുന്ന ഒരാളിൽ എന്തായിരിക്കും? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആയിരിക്കും കൂടുതൽ. ഏതാണ്? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്താണ്? നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളായിരിക്കും അല്ലെ, നല്ലൊരു പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഒരു ടീച്ചറിനൊക്കെ എന്ത് കൂടുതലായിരിക്കും? ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്
കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ലാസ്റ്റ് വൺ ആയത് ബോഡിലി ഒരു കൈനോസെറ്റിക് ഇന്റലിജൻസ്. അവർക്ക് എന്താണ് ബോഡി മൂവ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളായിരിക്കും അല്ലെ. നമ്മൾ എന്താ എക്സാമ്പിൾ പറയാറ്, ബോഡിലി ഒരു കൈനോസെറ്റിക് എക്സാമ്പിൾ എന്താണ്, നമ്മൾ സ്പോർട്സ്മാൻ പറയാറുണ്ട് അല്ലെ, നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആളുകളിൽ പറയാറുണ്ട്. അവർക്കൊക്കെ എന്തായിരിക്കും ബോഡിലി ഒരു കൈനോസെറ്റിക് ഇന്റലിജൻസ് ആയിരിക്കും കൂടുതൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ കൂടെ അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പോർഷൻ മാത്രമല്ല നമ്മൾ എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിപ്പോണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് ഇമ്പോർട്ടൻസ് ഏരിയ ഉണ്ട്. അതായത് നമ്മൾ തിയറി, പിയാഷയുടെയും അതേപോലെ കോൾബർഗിന്റെയും വൈഗോട്സ്കിയുടെ ഈ 3 പേരുടെ തിയറിയിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ നമ്മുടെ CTET എക്സാമിന് കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതിലൊക്കെ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കോൾബർഗിന്റെ തിയറിയും അതേപോലെ തന്നെ വൈഗോട്സ്കിയായിട്ട് ബന്ധപ്പെട്ട വൈഗോട്സ്കിയുടെ ഏതാണ് നമ്മുടെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കണക്ട് ചെയ്തിട്ട് പ്രൈവറ്റ് സ്പീച്ച്, ഇന്നർ സ്പീച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വൈഗോട്സ്കിയുടെ തിയറിയിൽ നിന്ന് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. 3 മാർക്കിനൊക്കെ വൈഗോട്സ്കിയുടെ തിയറിയിൽ നിന്ന് CTET എക്സാമിന് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം കൂടുതൽ കാര്യങ്ങളും CTET എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഒക്കെ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്